പലതരം ചേരുവകൾ. ജിലേബിക്ക് ഒരിത്തിരി അഹങ്കാരം കൂടുതലല്ലേ? എനിക്കത് മനസ്സിലാക്കിയെടുക്കാൻ കുറേ സമയം എടുത്തോട്ടോ ഈ ജിലേബിയുടെ റെസിപ്പി. പഞ്ചസാരയുടെ പാകം കൂടിയാലും കുറഞ്ഞാലും പ്രശ്നമാണ്, മാവ് കറക്റ്റ് അല്ലെങ്കിൽ പ്രശ്നമാണ്. നിങ്ങളുടെ അഭിപ്രായം ഒന്ന് പറയണേ. ജിലേബിക്ക് വേണ്ടിയിട്ട് 1/4 കപ്പ് ഉഴുന്നെടുത്ത് നന്നായിട്ട് കഴുകിയ ശേഷം 2 മണിക്കൂർ കുതിർത്തിയെടുക്കാം കേട്ടോ. ഞാനിവിടെ എടുത്തിട്ടുള്ള ഉഴുന്ന് കുറച്ച് അധികം ഉണ്ട് കേട്ടോ. ഞാനിവിടെ ഇഡ്ഡലിക്കും കൂടി വേണ്ടി ഇട്ടതാണ്. അപ്പൊ നിങ്ങൾ 1/4 കപ്പ് എടുത്തിട്ട് കുതിർത്തിയാൽ മതി. ഉഴുന്ന് വാർന്നെടുത്ത ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ച് ഒന്ന് അരച്ചെടുക്കാം കേട്ടോ. അരക്കുന്ന സമയത്ത് മിക്സി ചൂടാവാതെ ശ്രദ്ധിക്കാം കേട്ടോ. നിർത്തി അടിച്ചാൽ മതി. വെള്ളം ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഒഴിച്ചു കൊടുക്കുക. ഞാൻ കുതിർത്തിയ ശേഷം ഒരു 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചായിരുന്നു കേട്ടോ. ഇങ്ങനെ മിക്സിയിൽ അടിക്കുന്ന സമയത്ത് ചൂടാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഫൈൻ പേസ്റ്റ് ആയിട്ടൊന്നും അറിയണ്ട കേട്ടോ. ഈ ഒരു പാകത്തിന് കിട്ടിയാൽ മതി. ഇനി ഒരു 2 മിനിറ്റ് ഒന്ന് അടിച്ചെടുക്കാം ഇതേ രീതിയിൽ. അപ്പൊ ഒന്ന് ഫ്ലഫി ആയിട്ട് വന്നേക്കണുണ്ടോ? ഈ ഒരു പാകത്തിനാണ് നമുക്ക് വേണ്ടത്. ഉഴുന്നരച്ചത് അവിടെ മാറ്റി വെക്കുക. ഇനി ഒരു അരിപ്പെടുത്തിട്ട് അതിലേക്ക് 1 കപ്പ് മൈദപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മുടെ അളവ് കപ്പ് 250 ml കപ്പ് ഉണ്ടല്ലോ, അതിലൊരു കപ്പാണ്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ബേക്കിംഗ് പൗഡർ ആയാലും മതി, അതാണെങ്കിൽ ഇതിന്റെ ഇരട്ടി ഇട്ട് കൊടുക്കുക. 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. പിന്നെ കളർ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു 1/4 ടീസ്പൂൺ. അരിച്ചെടുത്ത ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നെയ്യില്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ സൺഫ്ലവർ ഓയിലോ ഫാം ഓയിലോ എന്തെങ്കിലും ഒഴിച്ചാലും മതി കേട്ടോ. നല്ലൊരു സ്ട്രക്ചർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഒരു പിഞ്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. കുറച്ച് മതി. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കണം. ഞാനിവിടെ എടുത്തേക്കണ വെള്ളം പച്ചവെള്ളം അല്ല കേട്ടോ, എന്നാലത് ചൂടുവെള്ളവുമല്ല കേട്ടോ. ഞാനൊരു 10 സെക്കൻഡ് ഗ്യാസ് അടുപ്പിൽ വെച്ചൊന്ന് ഇതാക്കി എടുത്തതാണ്. അതിന് ചൂടായിട്ടില്ല, ഒന്ന് തണുപ്പ് പോയിട്ടുണ്ട്. ആ ഒരു പാകത്തിന് എടുക്കുക. വെള്ളം ഒറ്റയടിക്ക് അങ്ങ് കുഴച്ചെടുക്കരുത് കേട്ടോ. കുറച്ചായിട്ട് ഒഴിച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. ഫോർക്കോ വിസ്കോ ഉപയോഗിച്ച് ചെയ്താലും മതി കേട്ടോ. നന്നായിട്ട് ഒരു സ്മൂത്ത് പേസ്റ്റ് ആക്കി എടുക്കുക, കട്ടിയൊന്നുമില്ലാതെ. അതിനുശേഷം നമ്മൾ അടിച്ചു വെച്ചിട്ടുള്ള ഉഴുന്നിട്ടെടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ആവശ്യത്തിനനുസരിച്ച് ഇടക്കിടക്ക് വെള്ളം ഒഴിച്ചെടുക്കാം കേട്ടോ. നമുക്കൊരു സ്മൂത്ത് ബാറ്റർ ആയിട്ട് കിട്ടണം. നമ്മൾ ബാറ്റർ കുറച്ചെടുത്ത് പൊക്കി വയ്ക്കുന്ന സമയത്ത് കട്ടാവരുത്. കട്ടാവാതെ ഇങ്ങനെ സ്മൂത്ത് ആയിട്ട് ഇങ്ങനെ ചാടണം. ആ ഒരു പാകത്തിന് എടുക്കുക. ഇപ്പൊ ഇത് ആയിട്ടുണ്ട്, വെള്ളം പാകമായിട്ടുണ്ട്. ഇത് മതി. ഈ ബാറ്ററിലേക്ക് എനിക്ക് 1 കപ്പ് കംപ്ലീറ്റ് വെള്ളം വേണ്ടി വന്നില്ല കേട്ടോ. 250 ഗ്ലാസ് ആണ് അത്. നമ്മുടെ മെഷറിംഗ് കപ്പ് അതൊക്കെ സെയിം അളവാണ്. പഞ്ചസാര പാകമാക്കി എടുക്കണം. അതിനായിട്ട് ഞാനിവിടെ 2 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട് കേട്ടോ. 2 കപ്പ് പഞ്ചസാരക്ക് 1 കപ്പ് വെള്ളം കേട്ടോ. 1 കപ്പ് മൈദക്ക് 2 കപ്പ് പഞ്ചസാര വേണം. ജിലേബി നന്നായിട്ട് പഞ്ചസാര വെള്ളം കുടിക്കും കേട്ടോ. ഞാൻ ജിലേബി ചുട്ട് ലാസ്റ്റ് ഒക്കെ ആയപ്പോഴത്തേനും ജിലേബിക്ക് പഞ്ചസാരയിൽ മുങ്ങി കിടക്കാനായിട്ട് തികയുണ്ടായിരുന്നില്ല. പഞ്ചസാര വെള്ളത്തിന് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് 2 ഏലക്ക ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ എടുത്തേക്കുന്ന ഏലക്ക പൊടിച്ചെടുത്തപ്പോ ബാക്കി വന്നതാണ്. ഇതിലേക്ക് ഇപ്പൊ അത് മതിയല്ലോ. പിന്നെ ഒരു പൊടിക്ക് കളർ എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു പിഞ്ചൊന്നുമില്ല, ഒരു നുള്ളു കളർ എടുത്തിട്ടോളൂ. മറ്റേതിൽ കളർ ഇട്ടിട്ടുണ്ടല്ലോ ബാറ്ററിൽ. മീഡിയം ഫ്ലെയിമിൽ ഒരു 3-4 മിനിറ്റ് തിളയ്ക്കുമ്പോഴത്തേനും പഞ്ചസാര പാകമാവും കേട്ടോ. നമ്മള് 2 കപ്പിന് 1 കപ്പ് വെള്ളം എടുത്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ അളവ് കറക്റ്റ് ആയിരിക്കും. ഇപ്പൊ ഞാൻ കാണിച്ചു തന്ന നൂല് കണ്ടില്ലേ? ചെറിയൊരു നൂല്, തീരെ ചെറിയൊരു നൂല്. അതിനേലും മുറുകി പോയി കഴിഞ്ഞാൽ പഞ്ചസാര വെള്ളം മറ്റേ ജിലേബിയിലേക്ക് ഒബ്സർവ് ആവൂല. അത് മാത്രമല്ല, പഞ്ചസാര ആ പരിവായില്ല എന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഞാൻ കാണിച്ചു തന്നില്ലേ, ആ ഒരു പരിവായില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ജിലേബി പഞ്ചസാര വെള്ളത്തിലേക്ക് ഇടുമ്പത്തേനും അത് അങ്ങോട്ട് തളർന്നു പോകും. മറ്റേ ക്രിസ്പിനെസ് ഒക്കെ അങ്ങോട്ട് പോകും. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. എനിക്ക് ഒരുപാട് പണി കിട്ടിയതാണ്. ഒരു 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോഴാണ് ആദ്യമായിട്ട് ഇത് ഞാൻ ചെയ്യാൻ നോക്കിയത്. അന്നൊന്നും ശരിയായില്ല. പിന്നെ വർഷങ്ങൾക്ക് ശേഷം പിന്നെ ഒരുത്ത പറഞ്ഞന്ന് അങ്ങനെയൊക്കെ ചെയ്ത് റെഡിയാക്കി എടുത്ത്. പഞ്ചസാര വെള്ളം റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്ക് അത് അപ്പുറത്തെ അടുപ്പിലേക്ക് മാറ്റി വെക്കാം. ഒന്ന് അടിച്ചു വെച്ചേക്കാം കേട്ടോ, ചൂടാറാണ്ട്. ഓയിൽ അടുപ്പത്ത് ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. നമ്മുടെ ബാറ്റർ റെഡിയാണ്. ജിലേബി ഷേപ്പ് ചെയ്യാനുള്ള ഒന്നും ഞാൻ കരുതിയില്ലായിരുന്നു. ഞാൻ ഓർത്തതാണ് കടയിൽ പോകുമ്പോ കേക്ക് ഉണ്ടാക്കണ ആ സാധനം കോണൊരെണ്ണം വാങ്ങിക്കണമെന്ന്, ജിലേബി ഷേപ്പ് ചെയ്യാൻ. പക്ഷെ മറന്നുപോയി. ഇപ്പൊ ഞാനൊരു പഞ്ചസാരയുടെ കവറാണ് എടുത്തത്. ഈ കവർ എനിക്ക് നല്ല പണി തന്നു കേട്ടോ. ഒരു ട്രിപ്പ് ഷേപ്പ് ചെയ്യലൊക്കെ കഴിഞ്ഞ് 2ാമത്തെ ട്രിപ്പ് ഷേപ്പ് ചെയ്തോണ്ടിരിക്കാലെ കവറ് പൊട്ടിയിട്ട് ആ ഓയിലിലേക്ക് അങ്ങ് കുറച്ചധികം അങ്ങ് ചാടിപ്പോയി. ഭാഗ്യത്തിന് അങ്ങനെ തന്നെ ചാടിയില്ല, ഇത്തിരി രക്ഷയുണ്ടായി. അപ്പൊ നിങ്ങൾ ആദ്യമായിട്ടൊക്കെയാണ് ഉണ്ടാക്കണെന്നുണ്ടെങ്കിൽ സോസിന്റെ ബോട്ടിലുണ്ടല്ലോ, സോസൊക്കെ നമ്മൾ വാങ്ങിക്കണ ഒരു ബോട്ടില് നമ്മുടെ കടകളിലൊക്കെ കിട്ടും. അത് നിസ്സാര വിലയുള്ളൂ. അതൊരെണ്ണത്തില് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇച്ചിരി കൂടി സേഫ് അതായിരിക്കും. ജിലേബി ഉണ്ടാക്കാൻ സാധാരണ ഗീ ആട്ടോ ഏറ്റവും ബെറ്റർ. നമുക്ക് അതിനുള്ള ബഡ്ജറ്റ് ഇല്ല. ഞാനിവിടെ നമ്മുടെ സൺഫ്ലവർ ഓയിൽ ഉണ്ടല്ലോ, അതാണ് എടുത്തേക്കണേ. ഓയില് ഭയങ്കരമായിട്ട് ചൂടാവരുത് കേട്ടോ. ഇപ്പൊ ഇച്ചിരി ബാറ്റർ ഇട്ടെടുത്ത് നോക്കാം. അപ്പൊ ഒരു 10 സെക്കൻഡിനുള്ളിൽ പൊങ്ങി വന്നാൽ മതി.
ഭയങ്കര ചൂടാണെന്നുണ്ടെങ്കിൽ നമ്മള് ബാറ്റർ ഒഴിച്ച് അപ്പൊ തന്നെ പൊങ്ങി വരും, നമുക്ക് ഷേപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ട് വരും. പിന്നെ ജിലേബി മുറുകി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിലേക്ക് പഞ്ചസാര പിടിക്കില്ല. അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പൊ ചൂടില്ലാണ്ട് ഒഴിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതും ചതഞ്ഞു പോവും. എനിക്കങ്ങനെ പറ്റിയിട്ടുണ്ട്. എനിക്കറിയാവുന്നതായിരുന്നു കേട്ടോ. ഈ വീഡിയോയിൽ തന്നെ ഞാൻ പെട്ടെന്ന് അങ്ങ് പണി തീർത്ത് പോയി കിടക്കാൻ വേണ്ടിയിട്ട് ചൂടില്ലാതെ തന്നെ അങ്ങ് ഒഴിച്ചു. ഇപ്പൊ 2-3 ഒഴിച്ചു വരുമ്പത്തേനും ഓയില് ചൂട് കുറയും. അപ്പൊ പിന്നീട് ഒഴിച്ചത് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, അത് ചളങ്ങിയിരിക്കുകയാണ്. കാര്യം ജിലേബി പൊങ്ങി പൊളച്ചൊക്കെ വന്നിട്ടുണ്ട്, അങ്ങനെ തന്നെ കിടക്കണില്ല. പക്ഷെ ആ ഭംഗിയില്ല, ആ ഷേപ്പ് ഇല്ല. നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ജിലേബി ഷേപ്പ് ചെയ്ത ശേഷം അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കൊക്കെ ഒന്ന് മറിച്ചിടാം. ഒരു ക്രിസ്പിനെസ് ആയി കഴിയുമല്ലോ, അപ്പൊ ഇങ്ങോട്ട് കോരി എടുക്കാം കേട്ടോ. ക്രിസ്പിനെസ് ആവും, നല്ലൊരു കളറും വരും. ആ സമയത്ത് കോരി എടുക്കുക. പിന്നെ ഒരുപാട് മുറുക്കി കളയരുത്, പഞ്ചസാര പിടിക്കില്ല അതിലേക്ക്. പഞ്ചസാര വലിച്ചെടുക്കണമല്ലോ. ഓയില് നന്നായിട്ട് ഊറ്റി കളഞ്ഞ ശേഷം നേരെ പഞ്ചസാര ലൈനിലേക്ക് അങ്ങോട്ട് ഇടാം കേട്ടോ. നമ്മൾ ചുട്ട് ലാസ്റ്റ് ഒക്കെ ആകുമ്പോഴത്തേനും പഞ്ചസാര ചൂട് തീരെ കുറയാന്നുണ്ടെങ്കിൽ, പഞ്ചസാരയിലും ചൂട് വേണം. നല്ല ചൂടിന് തന്നെ മറ്റേ ജിലേബി അതിലേക്ക് ഇടണം, എന്നാലാണ് നമുക്ക് പഞ്ചസാര പെട്ടെന്ന് അതിലേക്ക് ഒബ്സർവ് ആവുള്ളൂ. അപ്പൊ ചൂട് കുറയാന്നുണ്ടെങ്കിൽ ഒന്ന് ചൂടാക്കി കൊടുക്കുക. തിളപ്പിക്കണ്ട, ജസ്റ്റ് ഒന്ന് ചൂടാക്കി കൊടുക്കുക. ഒരു 5 മിനിറ്റ് ജിലേബി പഞ്ചസാര ലൈനിൽ കിടക്കട്ടെ. ആ നേരം കൊണ്ട് നമുക്ക് കുറച്ചും കൂടി ഷേപ്പ് ചെയ്തെടുക്കാം. ഇപ്പൊ ഷേപ്പ് ചെയ്യണ സമയത്താട്ടോ എനിക്ക് പണി കിട്ടിയത്. എല്ലാവരും ഇപ്പൊ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കാട്ടോ. ചാനൽ ഇഷ്ടപ്പെടാന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ഓൺ ആക്കി ഇടാൻ. ഞാൻ ഡെയിലി വീഡിയോസ് ഇടുന്നുണ്ട്. എനിക്ക് കിട്ടിയ പണി എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കണം. ഇനി ഈ ജിലേബിയൊക്കെ പഞ്ചസാര ലായനിൽ നിന്ന് ഒരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റി വെക്കാം കേട്ടോ. ശരിക്കും ഞാൻ ഏലക്ക അതങ്ങനെ പൊടിച്ചതിരിക്കണ്ടല്ലോ എന്ന് ഓർത്ത് അതിലേക്ക് ഇട്ടതാണ്. അതിനൊരു ചുക കിട്ടാൻ അത് മതിയല്ലോ. പക്ഷെ അത് നല്ലൊരു ഡെക്കറേഷനായി. അപ്പൊ ഞാൻ അതിന്റെ തൊണ്ട തന്നെ ഡെക്കറേഷനായിട്ട് ഉപയോഗിച്ചു. നമ്മള് പഞ്ചസാര ലായനിന്ന് ചൂടനെ ഇങ്ങനെ എടുത്തു വെച്ചിട്ട് അപ്പൊ തന്നെ ആ കറുമുറ് നല്ല ക്രിസ്പി ആയിട്ട് അത് അങ്ങോട്ട് കഴിക്കാനുള്ള ടേസ്റ്റ് ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കാം, ഫീഡ്ബാക്ക് അറിയിക്കുക. എല്ലാവരും ഇതുപോലെ നല്ല നല്ല സാധനങ്ങളൊക്കെ ഉണ്ടാക്കി കഴിച്ച് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കുക. അപ്പൊ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.